വായന 14-15 വാക്യങ്ങൾ. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന പാലിക്കും, എൻ്റെ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്ക് നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവ് സ്വീകരിക്കാൻ ലോകത്തിനും സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു. നിങ്ങൾ ആരായിരിക്കും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി പിടിക്കുകയില്ല. ഞാൻ നിങ്ങളോട് കൂടെ അടുത്തേക്ക് വരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കും, അതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമായ ആ ദിവസം നിങ്ങൾ അറിയും. എൻ്റെ കൽപ്പന സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവൻ എന്നെ സ്നേഹിക്കുന്നവരാണ്. സ്തുതിയല്ലേ? സ്തുതിയാണോ? എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയ അങ്ങയുടെ നല്ല ദിവസത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ യോഗ്യമില്ലാഞ്ഞിട്ടും ഭാഗ്യങ്ങളായിരിക്കും ഞങ്ങൾ എല്ലാവരെയും അങ്ങയുടെ മുമ്പിലേക്ക് ഒരുമിച്ച് കൂട്ടി ഇന്ന് നല്ല ദിവസം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ അനാദിയിലെ അത് തീരുമാനിച്ച ജിതിനും മരിയമോളും ഒന്നിക്കണമെന്ന് തീരുമാനത്തെ ഇന്ന് ദിവസം അങ്ങ് ഭഗവത്താക്കി തരുവാൻ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ ഇതിന് ചേർന്ന ഇണയെ അങ്ങ് ഈ നിമിഷം ഞങ്ങൾക്ക് കാണിച്ചു തന്ന് അവരെ ഒന്നിപ്പിക്കുന്നതിനെ ഓർത്ത് കർത്താവ് ജീവിതകാലം മുഴുവൻ അവർക്ക് ഒന്നിച്ച് കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകുവാനുള്ള കൃപ കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതം ഏറ്റവും മനോഹരമാക്കി ബെത്ലഹേമിലെ തിരുക്കുടുംബത്തിലുണ്ടായിരുന്ന സ്നേഹവും സന്തോഷവും അനുഭവിച്ചറിഞ്ഞ് ആ സന്തോഷത്തിൽ അവരുടെ കുടുംബം മുമ്പോട്ട് പോകുമ്പോൾ കൃപ കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കനായിലെ കല്യാണ വിരുന്നിൽ അമ്മ മാതാവെ അവരുടെ വീട്ടിലുണ്ടായിരുന്ന കുറവുകളെ എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ഈശോയോട് പറഞ്ഞതുപോലെ ഈ ചടങ്ങിൽ എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അമ്മ മാതാവെ നിമിഷം തന്നെ ഈശോയോട് പറഞ്ഞ് അതെല്ലാം നിറവുകളാക്കി മാറ്റി ഇവരെ പ്രത്യേകം അനുഗ്രഹിക്കണമേ, ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ. ഇവരെ ഒരുക്കിയെടുത്ത് അവരുടെ മാതാപിതാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനാദിയിലെ കൊടുത്ത മക്കളെ രണ്ടുപേരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെയും കൊടുത്ത ജീവിത പങ്കാളിയെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കന്മാരെയും അവരുടെ സഹോദരങ്ങളെയും ഒക്കെ സമർപ്പിച്ച് അവർ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ യാത്രകളെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനിയും തിരുക്കർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടി വരുന്ന പുരോഹിതന്മാരെയും എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ചടങ്ങുകളിലേക്ക് വരുന്ന എല്ലാവരെയും എല്ലാ കുടുംബങ്ങളെയും അമ്മ മാതാവിലൂടെ ഈശോയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഭവനത്തിലേക്ക് കൊണ്ടുവന്നതിനും ഒരാപത്തും കൂടെ ഇവിടെ എത്തിച്ചതിനും തിരിച്ച് ഒരാപത്തും കൂടെ ഞങ്ങളെ ഭവനത്തിലേക്ക് എത്തിക്കണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മാതാവേ